ഹേ ഹലോ വെൽക്കം ബാക്ക് ഗൈസ്. രാജസ്ഥാൻ റോയൽസ് വേഴ്സസ് ഗുജറാത്ത് ടൈറ്റൻസ് മത്സരത്തിന്റെ റിവ്യൂയിലേക്കാണ് നമ്മൾ പോകുന്നത്. മാക്സിമം നിങ്ങൾ ഈ ഒരു വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു മത്സരത്തിലെ ആദ്യത്തെ ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ടോസ് തന്നെയാണ്. ആ ടോസിന് മുമ്പ് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ജയിക്കുന്ന മത്സരങ്ങളിൽ ചേട്ടൻ വന്നല്ലോ, അടിച്ചു പൊളിക്കാൻ വന്നല്ലോ, സഞ്ജുവിന്റെ ക്യാപ്റ്റൻസി ജയിച്ചു എന്ന് എല്ലാവരും പറയുമെങ്കിലും എന്തുകൊണ്ടാണ് തോക്കുന്ന മത്സരത്തിൽ ഇത് നേരെ ദ്രാവിഡിന്റെ തലയിലേക്ക് പോകുന്നത് മനസ്സിലാകുന്നില്ല. അതായത് ഫേസ്ബുക്കിലൊക്കെ തുറന്നപ്പോൾ മൊത്തം ഇങ്ങനെ പോസ്റ്റുകളും കമന്റുകളും എല്ലാം കാണുന്നത് ദ്രാവിഡ് ടീമിനെ നശിപ്പിച്ചു, ദ്രാവിഡ് ഇങ്ങനെയാണ്, ദ്രാവിഡ് അങ്ങനെയാണ്. ആക്ച്വലി ജയിക്കുന്ന മത്സരത്തിൽ ആരും ദ്രാവിഡിനെ പൊക്കി പറയുന്നതായിട്ട് ഫീൽ ചെയ്തിട്ടില്ല. അത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാകുന്നില്ല. ഇനി നമുക്ക് കാര്യത്തിലേക്ക് തിരിച്ചു വരാം. ടോസ് ആണ് ആദ്യത്തെ ടേണിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ. നിലവിൽ രാജസ്ഥാനിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഏറ്റവും കൂടുതൽ 180+ സ്കോറുകൾ സക്സസ്ഫുൾ ആയിട്ട് ചേസ് ചെയ്തൊരു ടീമാണ് രാജസ്ഥാൻ. പക്ഷേ ഈ ഒരു സീസണിലേക്ക് വരുമ്പോൾ അങ്ങനെ ഒരു സ്ക്വാഡല്ല രാജസ്ഥാനുള്ളതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് തന്നെ ഏറ്റവും വലിയൊരു ടേണിംഗ് പോയിന്റ് ആയി. അതായത് ഇന്നലെ ബാറ്റിംഗ് ഫസ്റ്റ് എടുക്കുകയായിരുന്നു കുറച്ചുകൂടെ ബെറ്റർ ആകുമായിരുന്നു എന്ന് ഫീൽ ചെയ്യുന്നുണ്ട്. ഇനി ആദ്യം ബാറ്റിംഗിന് ഇറങ്ങിയ ഗുജറാത്ത് ടൈറ്റൻസ് സായ് സുദർശന്റെ ഇന്നിംഗ്സ് എടുത്തു പറയണം. ഇത്രമാത്രം കൺസിസ്റ്റന്റ് ആയിട്ടാണ് താരം ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 53 ബോളിൽ 82 റൺസ് എന്നുള്ളത് ശരിക്കും രാജസ്ഥാന്റെ ബോളിൽ ഒരു ഹാമർ പോലെ വന്ന് വീണ ഇന്നിംഗ്സ് ആയിരുന്നു. ശുഭ്മാൻ ഗില്ലിന്റെ ഏർലി വിക്കറ്റ് അവിടെ എടുത്തെങ്കിലും ജോസ് ബട്ട്ലർ വന്നൊന്ന് ഹോൾഡ് ചെയ്ത് കളിക്കുന്നു. അതിനുശേഷം ഷാരൂഖ് ഖാന്റെ നല്ലൊരു ക്യാമിയോ ഉണ്ടായിരുന്നു. ഇതുവരെ മിഡിൽ ഓർഡർ കാര്യമായിട്ട് പരീക്ഷിക്കപ്പെടാത്ത ഒരു ടീമായിരുന്നു ഗുജറാത്ത് ടൈറ്റൻസ്. മിഡിൽ ഓർഡറിലേക്ക് നോക്കിക്കഴിയുമ്പോൾ റുദർഫോർഡിന് കാര്യമായിട്ടൊന്നും ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധിച്ചില്ലെങ്കിലും രാഹുൽ ത്രിപാഠിയുടെയും റാഷിദ് ഖാന്റെ ആ ചെറിയ ഇന്നിംഗ്സ് ആയിരുന്നെങ്കിലും അത് ഭയങ്കരമായിട്ട് സ്കോർ കൊണ്ടുവരാൻ സഹായിച്ചിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഇന്നലത്തെ മത്സരത്തിലെ ഏറ്റവും വലിയൊരു കാര്യം എക്സ്ട്രാസ് ആണ്. 17 വൈഡുകളാണ് ഇന്നലെ രാജസ്ഥാന്റെ ബോളിംഗ് സൈഡിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നത്. അത് വലിയ തിരിച്ചടിയാണ്. അത്രയും എക്സ്ട്രാസ് എന്ന് പറയുന്നത് ഭയങ്കര വലുത് തന്നെയാണ്. മാക്സിമം റൺസ് വരുന്ന പിച്ചാണെങ്കിൽ റൺസ് വരട്ടെ, പക്ഷേ ഈ എക്സ്ട്രാസിലേക്ക് പോകുമ്പോൾ അത് ഭയങ്കരമായിട്ട് ടീമിന് തിരിച്ചടിയാവും. ആൻഡ് ബോളിംഗ് സൈഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ ജോഫ്ര ആർച്ചർ വളരെ വൃത്തിക്കാണ് ബോൾ ചെയ്തത്. ഫറൂഖി 9.5 എക്കോണമിലാണ് ബോൾ ചെയ്തത്. വിക്കറ്റ് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ദേശ്പാണ്ഡെയും അതോടൊപ്പം തന്നെ തീക്ഷണയും ഭയങ്കരമായിട്ട് എക്സ്പെൻസീവ് ആയി. അത് ദേശ്പാണ്ഡെയുടെ കാര്യം എടുത്തു പറയണം. ദേശ്പാണ്ഡെ ഭയങ്കരമായിട്ട് എക്സ്ട്രാസ് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒരു ലൈൻ ലെങ്ത് മെയിൻറ്റെയിൻ ചെയ്യാനേ സാധിക്കുന്നില്ല. എനിക്ക് തോന്നുന്നു അതിലും ബെറ്റർ ആയിട്ട് ആകാശ് മദ്വാളിന് ബോൾ ചെയ്യാൻ സാധിക്കുന്നതാണ് ഫീൽ ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു മാറ്റം വരുത്തി നോക്കാത്തതെന്ന് മനസ്സിലാവുന്നില്ല. മദ്വാൾ സ്റ്റിൽ ബെഞ്ചിലാണ് ഉള്ളത്. പരിക്കുള്ളതൊന്നുമായിട്ട് ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ എല്ലാവരും ഹസരംഗയുടെ കാര്യം പറയുന്നുണ്ട്. ഹസരംഗ ഇത് പേഴ്സണൽ ഇഷ്യൂ കാരണമാണ് ഈ ഒരു മത്സരം കളിക്കാത്തതെന്നാണ് അറിയാൻ സാധിച്ചത്. അതിന്റെ കാര്യങ്ങളൊന്നും നമുക്കറിയില്ല. എന്തായാലും 5 ബോളർമാരെ മാത്രമേ ഇന്നലെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവസാന സമയത്ത് സന്ദീപിനിട്ടും കുറച്ച് അടി കിട്ടി. പക്ഷേ സന്ദീപയുടെ ഒരു വിക്കറ്റ് എടുക്കുന്നുണ്ടായിരുന്നു. ബോളിംഗ് സൈഡിൽ ഇത്രമാത്രം എക്സ്പെൻസീവ് ആയപ്പോൾ രാജസ്ഥാനെ സംബന്ധിച്ച് വലിയ തിരിച്ചടി തന്നെയാണ് ആയിട്ടുള്ളത്. സാധാരണ കുറച്ചൊന്ന് പിടിച്ചു നിർത്താൻ സാധിക്കുന്ന രീതിയിൽ ബോൾ ചെയ്യുന്ന ടീമാണ് രാജസ്ഥാൻ. പക്ഷേ അവിടെ ആ ഒരു ഫസ്റ്റ് ഇന്നിംഗ്സിൽ അതിന് യാതൊരു തടയലും ഉണ്ടായില്ല എന്നുള്ളതാണ്. രാജസ്ഥാൻ റോയൽസിന്റെ ബാറ്റിംഗ് സൈഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ യശസ്വി ജയ്സ്വാൾ ആക്ച്വലി പിച്ച് ഒന്ന് റീഡ് ചെയ്യാതെ പെട്ടെന്ന് വന്ന് അടി എന്ന ഒറ്റ മൈൻഡ് മാത്രമായിട്ട് കളിക്കുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ഇൻകൺസിസ്റ്റന്റ് ആണ് ഈ ഒരു സീസണിൽ ജയ്സ്വാൾ എന്ന് പറയുന്നത്. ഒരു സൈഡിൽ നന്നായിട്ട് തന്നെ സഞ്ജു കളിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ മറു സൈഡിൽ നിന്ന് ചടവട വിക്കറ്റ് പോകുന്നു. നിതീഷ് റാണ വരുന്നു, നിതീഷ് റാണ വിക്കറ്റ് പോകുന്നു, ജയ്സ്വാളിന്റെ വിക്കറ്റ് പോകുന്നു. പിന്നീട് വന്ന റിയാൻ പരാഗ് മികച്ച ഫോമിലായിരുന്നു തെളിയിക്കുന്നതായിരുന്നു. പക്ഷേ റിയാൻ പരാഗിന്റെ ആ ഒരു വിക്കറ്റിൽ എനിക്ക് ഇപ്പോഴും കൺഫ്യൂഷൻ ഉണ്ട്. ലൈക്ക് ആ ഒരു ബാറ്റ് നിലത്ത് കുത്തിയ പോലെയാണ് ഫീൽ ചെയ്തത്. ലൈക്ക് ആ ബോളിന്റെ ആ ഒരു ഷാഡോ കറക്റ്റായിട്ട് ബാറ്റിൽ കാണുന്നുണ്ടായിരുന്നു. ഷാഡോ അടിയുന്നത് കുറച്ചുകൂടി ഒന്ന് അനലൈസ് ചെയ്തിട്ട് ആ ഒരു വിക്കറ്റ് കൊടുക്കാമായിരുന്നു. വിക്കറ്റ് ആണോ അല്ലോ എന്നൊരു കൺഫർമേഷൻ ഇല്ല. പക്ഷേ കുറച്ചുകൂടി ടൈം എടുത്ത് അത് നോക്കാമായിരുന്നു ഫീൽ ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് അങ്ങ് വന്ന് റിവ്യൂ നോക്കി പോയതുപോലെ ഫീൽ ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നില്ല ഒരു ബാറ്റർ ക്യാച്ച് ആണെങ്കിൽ അത്രമാത്രം കോൺഫിഡൻസോട് കൂടി തന്നെ ഒരു റിവ്യൂ കൊടുക്കുമെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. കറക്റ്റായിട്ട് ആ ബാറ്റ് നിലത്തടിക്കുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഇത്തരം സിറ്റുവേഷനിൽ ഹോട്ട്സ്പോട്ടുള്ള പോലുള്ള കാര്യങ്ങൾ എന്തുകൊണ്ടാണ് യൂസ് ചെയ്ത് നോക്കാത്തതെന്നും മനസ്സിലാവുന്നില്ല. പിന്നീട് വന്ന് ഷെംറോൺ ഹെറ്റ്മെയർ നന്നായിട്ട് കളിക്കുന്നുണ്ടായിരുന്നെങ്കിലും ആ സമയത്ത് സഞ്ജുവിന്റെ വിക്കറ്റ് പോവുകയും ചെയ്തു. സഞ്ജു നല്ല കോൺഫിഡൻസിലായിരുന്നു. ഒരുപക്ഷെ ഹെറ്റ്മെയർ സഞ്ജു കൂട്ടുകെട്ട് കുറച്ചുകൂടി നീന്തിരുന്നെങ്കിൽ ഈ ഒരു സ്കോർ ഇങ്ങനെ ആകുമായിരുന്നില്ല എന്നും ഫീൽ ചെയ്യുന്നത്. ധ്രുവ് ജൂറിൽ പിടിച്ചെടുക്കാൻ സാധിക്കുന്നില്ല. ദൂബെ വരുന്നു. ദൂബെ കാര്യത്തിൽ ഇവർ കാണിച്ചൊരു മണ്ടത്തരാണ്. കാരണം ആദ്യത്തെ മത്സരത്തിൽ നന്നായിട്ട് കളിച്ച് ദൂബെക്ക് പിന്നെ കളിക്കാൻ അവസരങ്ങൾ ഉണ്ടായിരുന്നില്ല. പിന്നെ ഈ ഒരു മത്സരത്തിലാണ് ദൂബെ വരുന്നത്. ദൂബെക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. റാഷിദ് ഖാൻ നല്ല രീതിയിൽ ബോൾ ചെയ്യുന്നു. ജോഫ്ര ആർച്ചർ വരുന്നു. പിന്നെയുള്ള നമുക്ക് എക്സ്പെക്ടേഷൻ ഇല്ല. കാരണം അവിടെ ദൂബയും കൂടെ വിക്കറ്റ് പോയി കഴിഞ്ഞപ്പോൾ പിന്നെ എക്സ്പെക്ടേഷൻ ഇല്ല. ഒരു സൈഡിൽ നിന്ന് ഹെറ്റ്മെയർ എത്ര അടിച്ചാലും ഈ ഒരു മത്സരം ജയിക്കാൻ പോകുന്നില്ല എന്ന് ഉറപ്പായിരുന്നു. സോ ചെറിയ ചെറിയ മണ്ടത്തരങ്ങൾ കാരണം രാജസ്ഥാൻ തോറ്റുപോയ പോലെയാണ് ഈ ഒരു മത്സരത്തിൽ ഫീൽ ചെയ്തിട്ടുള്ളത്. അത് 159 എന്ന് പറയുന്നത് വളരെ ലോ ആയിട്ടൊരു ടോട്ടൽ തന്നെയാണ്. ഇത് പോയിന്റ് ടേബിൾ വലിയ പ്രശ്നം ഉണ്ടാക്കി. അതായത് ഒന്ന് മൈനസ് നെറ്റ് റൺ റേറ്റിൽ നിന്ന് കരകയറി വന്നുകൊണ്ടിരുന്ന രാജസ്ഥാന് -7 അടുത്ത് -0.7 അടുത്ത് നെറ്റ് റൺ റേറ്റ് താന്നു പോയിട്ടുണ്ട്. സോ രാജസ്ഥാന്റെ ഇനിയുള്ള മത്സരങ്ങൾ വളരെയധികം നിർണായകമാണ്. ഞാനിപ്പോഴും പറയുന്നത് ഇവരൊരു ആവറേജ് ടീം തന്നെയാണ്. എക്സ്ട്രാ ഓർഡിനറി എഫേർട്ട് ഇടാതെ വിജയിക്കാൻ സാധിക്കില്ല. സോ എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാം. സ്റ്റിൽ രാജസ്ഥാൻ, മുംബൈ എന്നിവരുടെ ഹോപ്പ് പോയിട്ടില്ല. നല്ലൊരു സ്ക്വാഡ് അവർക്ക് കളിച്ച് കയറി വരാനുള്ള സ്ക്വാഡുണ്ട്. മുംബൈ നല്ല സ്ട്രോങ് സ്ക്വാഡാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. ഇറ്റ്സ് മീ ഗോകുല സൈനിങ് ഔട്ട്. ബൈ ബൈ ഗൈസ്.